أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المصطفى وعلى آله وأصحابه أجمعين أما بعد. SKSSF മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കപ്പെട്ട ഖുർആൻ തഫ്സീർ ക്ലാസ് പ്രോഗ്രാമിൻ്റെ എപ്പിസോഡുകളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ വ്യാഖ്യാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം നൽകിയിട്ടുണ്ട്. ഇനി പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്, അള്ളാഹുവിന് 99 അസ്മാഉൽ ഹുസ്ന ഉണ്ട്. ഹദീസിൽ വന്നതാണ്, സ്ഥിരപ്പെട്ട കാര്യവുമാണ്. എന്നാൽ അതിനേക്കാളും കൂടുതൽ ഉണ്ട്. അള്ളാഹുവിന് 99 എണ്ണം മാത്രമല്ല, അതിനേക്കാളും അധികരിച്ചിട്ടുണ്ട് എന്നും ചില തെളിവിന്റെ അടിസ്ഥാനത്തിലും മറ്റും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ചിലരെ തൊട്ട് ഉദ്ധരിച്ചതായിട്ട് കാണാം. അദ്ദേഹം പറയുകയാണ്, അന്ന ലില്ലാഹി 5000 ഇസ്മിൻ, തീർച്ചയായിട്ടും അള്ളാഹുവിന് 5000 അസ്മാഉൽ ഹുസ്ന ഉണ്ട്. അള്ളാഹുവിന് 5000 പേരുകളുണ്ട്. അൽഫിൻ ഫിൽ കിതാബി വസ്സുന്നത്തി സ്വഹീഹ, അതിൽ 1000 എണ്ണം നമ്മുടെ പരിശുദ്ധമായ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ആണ്. മറ്റൊരു 1000 അത് തൗറാത്തിലാണ്. മൂസ നബിക്ക് അല്ലാഹു കൊടുത്ത തൗറാത്തിലാണ്. വൽഫിൻ ഫിൽ ഇൻജീൽ, മറ്റൊരു 1000 അത് ഈസ നബിക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഇൻജീലിലാണ്. വൽഫിൻ ഫിസ് സബൂർ, നാലാമത്തെ 1000 അത് സബൂറിലാണ്, ദാവൂദ് നബിയുടെ ഗ്രന്ഥമാണ്. വൽഫിൻ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, അവസാനത്തേതും 5000 അവസാനത്തെ 1000 അത് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലുള്ള ലൗഹിൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ മൊത്തം 5000 നാമങ്ങൾ അള്ളാഹുവിന് ഉണ്ട്. അപ്പോ അതും ഒരു വ്യക്തതയുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. അപ്പോ ഇനി പറയാൻ പോകുന്ന വിഷയം, അള്ളാഹ് എന്ന ഈ അലം, അള്ളാഹ് എന്ന ഈ നാമം, ഈ നാമം എങ്ങനെ വന്നു? അറബിയിൽ നാം ഉപയോഗിക്കുന്ന അള്ളാഹ് എന്ന പദം അത് ജാമിദ് അഥവാ അസ്ലിൽ തന്നെ അത് അള്ളാഹ് എന്ന പദമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് പിരിഞ്ഞു വന്നൊരു പദമാണ് അള്ളാഹ്. ഇലാഹ്, നാം അള്ളാഹുന് മറ്റൊരു പദം ഇലാഹ് എന്ന് പറയുന്നില്ലേ, ഇലാഹ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഇലാഹിൽ നിന്നാണോ അള്ളാഹ് എന്ന പദം എത്തിച്ചേർന്നത് എന്നതാണ് നമ്മുടെ വിഷയം. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇമാമുന ശാഫിഈ, ഇമാം ഗസാലി റഹിമഹുല്ലാഹു അൻഹും അവരെ പോലോത്തവരുടെ അഭിപ്രായത്തിൽ അള്ളാഹ് എന്ന പദം അത് ജാമിദാണ്. അത് മറ്റൊരു പദത്തിൽ നിന്ന് ഉണ്ടാക്കി വന്ന പദമല്ല. അത് അള്ളാഹ് എന്നത് തന്നെയാണ് അതിന്റെ അസ്ല്. അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് പറയുന്നതല്ല, ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. പദത്തെക്കുറിച്ച്, അതിന്റെ ഉസൂലിയത്തിലേക്കാണ് നമ്മുടെ ചർച്ച.
അപ്പോ ഇലാഹ് അള്ളാഹ് എന്ന പദം അള്ളാഹ് എന്നത് തന്നെയാണ് അതിന്റെ അസ്വൽ എന്നാണ് പ്രബലമാഭിപ്രായം പണ്ഡിതന്മാരുടെ. എന്നാൽ അതിനവർ കാരണം പറയുന്നത് അതും പിരിഞ്ഞുണ്ടായതല്ല, മറ്റൊരു പദത്തിൽ നിന്ന് വന്നതല്ല എന്ന് പറയാൻ കാരണം പറയുന്നത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അങ്ങനെ മറ്റൊരു പദത്തിൽ നിന്നാണ് അത് ഉണ്ടായതെങ്കിൽ, ഇലാഹ് അല്ലെങ്കിൽ അൽ ഇലാഹ് പോലത്തെ പദത്തിൽ നിന്നാണ് അത് വന്നിരുന്നുവെങ്കിൽ അവിടെ അവിടെ ആ ദൈവം അള്ളാഹ് എന്ന അർത്ഥത്തിന് മറ്റു പല അർത്ഥങ്ങളും പങ്കാളിയായി വരുമായിരുന്നു. അപ്പോ അള്ളാഹ് എന്ന അർത്ഥത്തിന് മറ്റൊരു പദവും അതിനൊരു പങ്കാളിയായി വരുന്നില്ല. അതും ഒരു കാരണം. മറ്റൊരു കാരണം പറയുന്നത് അള്ളാഹുവിന്റെ വിശേഷണം, അള്ളാഹ് എന്നതിന് ഹുവല്ലാഹുർ റഹ്മാനുർ റഹീം അൽ മലിക്കുൽ ഖുദ്ദൂസ് ഇങ്ങനെ നാമം വിശേഷണമായിട്ടാണ് മറ്റുള്ളത് പറയുന്നത്. മറ്റു അള്ളാഹുവിന്റെ ഇസ്മുകൾ ഈ അള്ളാഹ് എന്ന ഇസ്മുൽ അഅ്ലമിന് വിശേഷണം പറയുന്നു. അങ്ങനെ വിശേഷണം പറയുന്നത് അത് ജാമിദാണ്, അതിനൊരു അസ്സുലില്ല. അള്ളാഹ് എന്നതിനുള്ള അസ്സുലില്ല, അതിന്റെ അസ്സുൽ അള്ളാഹ് എന്നത് തന്നെയാണ്, മറ്റൊരു പദത്തിൽ നിന്ന് വന്നതല്ല എന്ന് അറിയിക്കാൻ എന്ന് ചില കാരണങ്ങളാണ് അതിനവർ പറയുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അള്ളാഹ് എന്ന പദം അത് ജാമിദല്ല, മുസ്തഖാണ്, മറ്റൊരു പദത്തിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാണ്. അഥവാ ഇലാഹ് പോലോത്ത അല്ലെങ്കിൽ അൽ ഇലാഹ് പോലോത്ത, ലാഹ് പോലോത്ത പദങ്ങൾ അതിനവർ ഉദാഹരണം പറയുന്നുണ്ട് എന്ന്. ഒന്നാമത്തത് ഇലാഹ് പരിശോധിച്ചു നോക്കാം. ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ് അല്ലാഹ് എന്ന പദം പിരിഞ്ഞുണ്ടായതെങ്കിൽ എങ്ങനെയാണ് അതിന്റെ തെളിവ് അവർ പറയുന്നത്? ഖുർആനിൽ തന്നെ ഹുവല്ലാഹു ഫിസ് സമാവാതി വഫിൽ അർള് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു ആകാശഭൂമികളുടെ അള്ളാഹു എന്ന് പറയുന്നു. അതേ അർത്ഥത്തിൽ തന്നെ ഒരു മറ്റൊരു വാക്യം അള്ളാഹ് പറയുന്നുണ്ട്, വഹുവല്ലദീ ഫിസ് സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹ്. ഇവിടെ ഭൂമിയിലുള്ള ഇലാഹ്, ആകാശത്തിലുള്ള ഇലാഹ്, അള്ളാഹ് എന്നതിന് പകരം ഇവിടെ ഇലാഹ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ തെളിപിടിച്ചിട്ട് അവർ പറയുന്നു, അങ്ങനെ വാദമുള്ളവർ പറയുന്നത് ഇലാഹിൽ നിന്നാണ്, അത് മുസ്തഖായി പിരിഞ്ഞു വന്നതാണ് അള്ളാഹ്. അപ്പോ എങ്ങനെയാണ്? അപ്പൊ ഇലാഹ് എന്നതിലുള്ള അംസയെ കളഞ്ഞിട്ട് അതിന് പകരം അലിഫ് ലാം ചേർക്കുന്നു, അലിഫും ലാമും ചേർക്കുന്നു. അപ്പൊ അള്ളാഹ് എന്നായി മാറുന്നു എന്ന ഒരഭിപ്രായം ആണ് അവരിവിടെ പറയുന്നത്. എന്നാൽ ചിലരുടെ അഭിപ്രായം ലാഹ് എന്നാണ്, ഇലാഹ് അല്ല, വെറും ലാഹ് എന്നതിൽ നിന്നാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.